മൂന്നാർ ലോക്ക് ഹാർട്ട് ഫാക്ടറി ഭാഗത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങി. ഇന്ന് പുലർച്ചെയാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. RRT സംഘം ആനക്കൂട്ടത്തെ തുരത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഈ കാട്ടാനക്കൂട്ടത്തെ തുരത്താനുള്ള ശ്രമത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട് RRT സംഘം. ഇപ്പോൾ എന്താണ് സാഹചര്യം? നിലവിൽ ഇപ്പോഴും ഈ കാട്ടാനക്കൂട്ടം മൂന്നാർ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിന്റെ ഭാഗത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പുലർച്ചയോടെയാണ് ഈ കാട്ടാനക്കൂട്ടം എത്തിയത്. ഈ തോട്ടം മേഖലയിൽ നിന്ന് ആനക്കൂട്ടം പിൻവാങ്ങാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ്. ഈ RRT സംഘം ആനയെ തുരത്താനുള്ള ശ്രമം നടത്തുന്നുവെങ്കിൽ പോലും അല്പം ദൂരം മാറി ഈ ആനക്കൂട്ടം നിലയുറപ്പിക്കും. അവിടെ നിന്ന് ആനയെ തുരത്തുമുള്ളത് പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഈ തോട്ടത്തിനുള്ളിലൂടെ തന്നെ അറിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും വനംവകുപ്പ് നിരീക്ഷണം ആ മേഖലയിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ കാട്ടാനക്കൂട്ടം ഈ ഇടപെട്ട ദിവസങ്ങളിൽ ഇതുപോലെ ഈ എസ്റ്റേറ്റ് മേഖലയിൽ എത്തുന്നത് നിരന്തരമാണ്. അപ്പോൾ എല്ലാം തന്നെ ഈ കാട്ടാനക്കൂട്ടത്തെ തുരത്തുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഈ തുടർച്ചയായി കാട്ടാനക്കൂട്ടം എത്തിയിട്ടും വനം വകുപ്പ് ഈ മേഖലയിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം. അതായത് ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് അല്ലെങ്കിൽ ശാശ്വത പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. നിലവിൽ ഇപ്പോൾ ഈ തോട്ടത്തിൽ തൊഴിലാളികൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിൽ ഉടലെടുത്തിട്ടുണ്ട്. ഈ ആനക്കൂട്ടത്തെ അടിയന്തരമായി തന്നെ ഈ വനത്തിനുള്ളിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നുള്ളത് തന്നെയാണ് വനം വകുപ്പ് നൽകുന്ന ഒരു വിശദീകരണം. ശരി, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.